ഗോവിന്ദ ഗോവിന്ദ. ഭാഗവതത്തിന്റെ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു ഭാഗം, ഭാഗവതത്തിന്റെ രസം ഏറ്റവും കൂടുതൽ ഊറി നിൽക്കുന്നതായിട്ടുള്ള ഭാഗമാണ് 19 ശ്ലോകങ്ങളോട് കൂടിയതായിട്ടുള്ള ഗോപികാഗീതം. ഈ ഒരു 19 ശ്ലോകങ്ങളെ ഉദ്ധരിച്ച് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചാല് ഭാഗവതത്തിന്റെ പരമമായിട്ടുള്ള ആ സത്യത്തിന്റെ മഹത്വത്തെ, അല്ലെങ്കിൽ ഈശ്വര ബന്ധത്തെ, ബ്രഹ്മം എന്നുള്ള ആ ഒരു സത്യത്തെ വ്യക്തമാക്കി കൊടുക്കലാണ് ശരിക്ക് ഈ ഒരു രാസലീലയിലും അതിന്റെ മധ്യത്തിലായിട്ട് നിൽക്കുന്നതായിട്ടുള്ള ഗോപികാഗീതം. അപ്പം യഥാർത്ഥത്തില് ഏറ്റവും ആ ഗ്രന്ഥത്തിന്റെ ഭാഷയില്, അല്ലെങ്കിൽ ആ ഗ്രന്ഥത്തിന്റെ താല്പര്യങ്ങള് എല്ലാം കൂടി ചേർന്ന് വന്ന ഒരു രത്നമാണ് യഥാർത്ഥത്തിൽ ഗോപികാഗീതം എന്ന് പറയുന്നത്. ഗോപികളുടെ 5 ഗീതങ്ങളാണ്. അവര് ആദ്യം വേണുഗീതം, അതുപോലെ ഗോപികാഗീതം, ഭ്രമരഗീതം, അതിനുശേഷം പ്രണയഗീതം തുടങ്ങിയതായിട്ടുള്ള അവരുടെ ഗീതങ്ങളില് ഏറ്റവും പ്രധാനമായിട്ടുള്ള അവരുടെ ഗീതങ്ങൾ എപ്പോഴും എന്താണ്? ഭക്തിയോടുകൂടി പൂർണ്ണമായിട്ട് ഉള്ള വിശ്വാസം അർപ്പിച്ചുകൊണ്ടുള്ള അവരുടെ കരച്ചിലാണ് യഥാർത്ഥത്തില് ഈ ഗോപികാഗീതം. ഇവിടെ നമ്മള് ഇപ്പോ 2 ശ്ലോകങ്ങള് അനുസ്മരിച്ചു. ആദ്യ ശ്ലോകത്തിൽ പറഞ്ഞു, കണ്ണ, അങ്ങ് ഇവിടെ ഈ ഗോകുലത്തിൽ വന്നതോടുകൂടി ഐശ്വര്യ സമൃദ്ധിയായി. അവിടെ ഐശ്വര്യ സമൃദ്ധി എപ്പോഴാണ് ഉണ്ടാകുക? ദുഃഖം മാറുമ്പോൾ, അല്ലെ? ദുഃഖം മാറുമ്പോഴാണ് സന്തോഷത്തിന് കാരണമാകുന്നത്. ഇന്നിവിടെ നിത്യമായിട്ട് ഇന്ദിരാ ശശ്വതത്രഹി, ഇന്ദിര ഇവിടെ പൂർണ്ണമായിട്ടും, കണ്ണൻ ഇവിടെ പൂർണ്ണമായിട്ടിരിക്കുമ്പോൾ ആ മാറത്ത് എന്നും തുള്ളിക്കളിച്ച് നിൽക്കുന്നതായിട്ടുള്ള ലക്ഷ്മി ഭഗവതിയുടെ ഒരു കടാക്ഷവും കൂടി ഗോകുലത്തിലേക്ക് ഇന്ന് എത്തിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒന്ന് അവിടത്തേക്ക് അങ്ങയുടെ ഗോപിക, അല്ലെ, താപക, അങ്ങയുടെ ഈ ഗോപികമാരെ ഒന്ന് കാണിച്ചു തരികയല്ലേ? ആ അനുഭവത്തെ ഒന്ന് കാണിച്ചു തരികയല്ലേ? ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് ഇവരുടെ കരച്ചിലിന്റെ കാരണം? ബാക്കി എല്ലാവരും, മരങ്ങളായിക്കോട്ടെ, അശുദ്ധമായിക്കോട്ടെ, ജാതി ആയിക്കോട്ടെ, ഗോവിന്ദചരണത്തിൽ എപ്പോഴും കിടക്കുന്നതായിട്ടുള്ള തുളസി ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ നിത്യോത്സാഹം കാണുമ്പോൾ, അവരുടെയൊക്കെ സന്തോഷം കാണുമ്പോൾ, എന്തേ കണ്ണൻ ഞങ്ങളെ മാത്രം ഇങ്ങനെ ഈ ഒരു ദുഃഖം അനുഭവിപ്പിക്കുന്നു? അപ്പൊ യഥാർത്ഥത്തിൽ ഇവര് ആ തൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥമായിട്ടുള്ള ആ കണ്ണനെ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. ഇവർക്കറിയാം എല്ലായിടങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നതാണ് കണ്ണൻ. പുറമേ കാണുന്നതായിട്ടുള്ള ഈ ശരീരമല്ല കണ്ണൻ എന്നുള്ളത് ഇവർക്ക് ഉറപ്പിച്ചറിയാം. പക്ഷെ എങ്കിൽ പോലും അവർക്ക് ആ യഥാർത്ഥമായിട്ടുള്ള ഒരു ആർദ്രഭാവത്തിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, കണ്ണ, അവിടുത്തെ അങ്ങയുടെ ഗോപികളായിട്ടുള്ള ഞങ്ങളെ കാണിച്ചിരുന്നെങ്കിൽ ആർക്കാണ് അതിന്റെ ദോഷം? ആർക്കാ ദോഷം? അവിടത്തേക്ക് തന്നെയല്ലേ ദോഷം. ശരദുദാശേ സാധുജാത സരസിജ. അപ്പൊ അവിടെ പറഞ്ഞു എന്നിട്ട്, ഇനി അത് തന്നെയല്ല, അങ്ങ് പല ഏത് വസ്തുക്കളിലും നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള അങ്ങയുടെ സൗന്ദര്യത്തെ തന്നെ അങ്ങ് അവിടുന്ന് കവർന്നെടുക്കുന്നു, അല്ലെ? അങ്ങ് ആ താമരമൊട്ടിന്റെ, അല്ലെ, ശരത്കാലത്ത് വിടർന്നു നിൽക്കുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ ആ മൊട്ടുപോലെ നിൽക്കുന്നതായിട്ടുള്ള ആ താമരയുടെ ഉള്ളിലുള്ള ദളങ്ങളുടെ, ആ ചുവന്നു തൊടുത്തതായിട്ടുള്ള ദളങ്ങളുടെ സൗന്ദര്യത്തെ, മനോഹാരിതയെ അങ്ങ് കവർന്നെടുത്തു അവിടുന്ന്. എങ്ങനെ കവർന്നെടുത്തു? അങ്ങ് കൊടുത്തതായിട്ടുള്ള ആ ഒരു സൗന്ദര്യം തന്നെ, ആ സൗന്ദര്യത്തെ അങ്ങ് കവർന്നെടുത്ത് അങ്ങയുടെ ആ മനസ്സിനോട് ചേർത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ, തന്നോട് ചേർത്ത് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ അങ്ങയുടെ നേത്രങ്ങളിൽ നിന്നും മറ്റുള്ളവരുടെ കടാക്ഷത്തിലേക്ക് ചെല്ലുമ്പോഴേക്കും ഉണ്ടാകുന്നതായിട്ടുള്ള ആ ഒരു ആനന്ദം, ഈ ആനന്ദം മുഴുവൻ കണ്ണ ഞങ്ങൾക്ക് തന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളെ അവിടെ നിന്നും അതിൽ നിന്നും മറച്ചു എന്ന് പറയുമ്പോ, അങ്ങനെയുള്ള കണ്ണ ഇന്ന് ഞങ്ങളെ പീഡിപ്പിക്കുകയല്ലേ അവിടുന്ന്, അല്ലെ? ഇലയിട്ടിട്ട് എല്ലാം വിളമ്പി കഴിഞ്ഞിട്ടോ അതങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക?
ആ ഒരു സംഭവമല്ലേ ഇപ്പം അങ്ങ് ഞങ്ങളെ ചെയ്തത്. അപ്പം അങ്ങക്ക് എന്ത് ഒക്കെ ഇനി അങ്ങ് വിചാരിച്ചതുപോലെയുള്ള സുരതനാഥ എന്ന് അവര് വ്യക്തമായിട്ട് ഭഗവാനെ വിളിച്ചതിന്റെ ഒരു വലിയൊരു മഹത്വം അതാണ്. അവരവരുടെ കാമോദ്ദീപമായിട്ടുള്ള ആഗ്രഹങ്ങളെ ലൗകികമായിട്ടുള്ള രീതിയിൽ തന്നെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ സകാമ അകാമ സർവകാമോവ മോക്ഷകാമോദാരഥി എങ്ങനെയാണോ നമ്മൾ ഭഗവാനെ ആശ്രയിക്കുന്നത്, ആ ആശ്രയിക്കുന്ന അതേ തലത്തിൽ തന്നെ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നു. ഇതേ ഉള്ളൂ ഭഗവാനോട് നിശ്ചയിച്ചുള്ളൂ. ഇവരെന്താണ് അവർ ആഗ്രഹിച്ചത്? അവര് ആ ഭഗവാനെ ലൗകികമായിട്ടുള്ള ആ ഒരു ശാരീരികമായിട്ടുള്ള ബന്ധത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് കൊണ്ട് ഭഗവാനെ അവിടെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവരതിൽ തൃപ്തകളാകും എന്നുള്ളത് ഭഗവാൻ അറിയാം. അപ്പോ അതുകൊണ്ട് സുരതനാഥ എന്നുള്ള ഒരു സംബോധന തന്നെ അവിടെ കാമോദ്ദീപമായിട്ടുള്ള കാര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് അതിനെ വേണ്ട രീതിയിൽ അല്ലെ ആസ്വദിക്കുന്നതായിട്ടുള്ള കണ്ണ, അങ്ങ് ഞങ്ങളിൽ നിന്നും അതെല്ലാം അവിടുന്ന് സ്വീകരിച്ചു. ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമെങ്കിൽ എങ്ങനെയാണ്? ഞങ്ങൾക്കാരാണ് ഇതെല്ലാം തന്നത്? ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള അങ്ങയുടെ സുഖങ്ങളെ മുഴുവൻ അങ്ങ് തന്നെ അവിടെ നിന്ന് സ്വീകരിച്ചു. പക്ഷേ ഈ സ്വീകരിച്ചിട്ട് ഞങ്ങളെ അതിൽ വേദനിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ടുള്ള ഇപ്പൊ എന്തായി സംഭവിച്ചത്? അങ്ങ് പറയുന്നുണ്ട് അങ്ങാണ് എല്ലാവരുടെയും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ചൈതന്യം അങ്ങാണെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ എന്തേ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് പോകാൻ കാരണം? ഇപ്പൊ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് എന്താ പോകാൻ കാരണം? ഇത് ശരിക്കും ഒരു കൊല്ലാക്കൊലയല്ലേ ചെയ്യുന്നത് കണ്ണ? അപ്പോ അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് കാണിച്ചു തരണേ എന്നുള്ള രീതിയിൽ അവരിതാ ആ 2 ശ്ലോകങ്ങളിലൂടെ കണ്ണന്റെ അടുത്ത് പലരായിക്കൊണ്ട് ഒരു ഗോപി അവിടുന്ന് പറഞ്ഞു കണ്ണൻ ഗോകുലത്തിൽ വന്നതോടുകൂടി ഐശ്വര്യമായി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അടുത്ത ഗോപി പറയാണ് ആ കണ്ണൻ ആ താമരപ്പൂവിന്റെ ആ സൗന്ദര്യത്തെ മുഴുവൻ ആവാഹിച്ചെടുത്ത് തൻ്റെ മുഖകമലങ്ങളിലേക്ക് പതിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഭ്രമിപ്പിച്ചുകൊണ്ട് ആ കണ്ണൻ തന്നെ തന്നതായിട്ടുള്ള സൗന്ദര്യങ്ങളെയും ആസ്വാദനങ്ങളെയും സുഖങ്ങളെയും രതിസുഖങ്ങളെയും എല്ലാം കവർന്നെടുത്ത് ഇന്ന് നമ്മളെ ആ നമ്മളുടെ ഉള്ളിൽ നിന്നും ആ കണ്ണൻ നമ്മളിൽ നിന്ന് അകന്നു നിൽക്കുന്നു. അതുകൊണ്ട് ഇപ്പോ ഇങ്ങനെ എന്തിനാണ് ഞങ്ങളെ പീഡിപ്പിക്കുന്നത്? നോക്കൂ, ആ മരങ്ങളായിക്കോട്ടെ, ആ വൃക്ഷങ്ങളായിക്കോട്ടെ, കല്ലുകളായിക്കോട്ടെ, തുടങ്ങിയതായിട്ടുള്ള എല്ലാവരും എത്രയോ സുഖമായിട്ട് അവരൊക്കെ ആനന്ദിക്കുന്നു. ഞങ്ങൾക്കും ആ ഒരു ആനന്ദത്തിന് അർഹതയില്ലേ കണ്ണ എന്നുള്ളൊരു ചോദ്യം. ഇനി പറയുന്നു, വിഷജലാദ്യയാദ്യാളരാക്ഷസാൽ വർഷമാരുതാത് വൈദ്യുതാനലാത് വൃഷമയാത്മജാ വിശ്വതോഭയാദൃഷഭതേ വയം രക്ഷിതാമുഹു. അവിടെ ആ ഇതിന് മാറ്റം വന്നു. എന്താണ്? നേരത്തെ പറഞ്ഞു സുരതനാഥ എന്ന് പറഞ്ഞു അല്ലെ, ഇവിടെ സുരതനാഥ എന്നല്ല, ഋഷഭ എന്നാണ്. ഋഷഭ എന്നുള്ളതിന്റെ അർത്ഥം ശ്രേഷ്ഠൻ അല്ലയോ, ശ്രേഷ്ഠനായിട്ടുള്ളവനെ. എപ്പോഴാണ് ഈ ശ്രേഷ്ഠത്വം ഉണ്ടാകുന്നത്? എല്ലാവരുടെയും അംഗീകാരങ്ങളെ നേടിയെടുക്കുമ്പോഴാണ്. ഒരു ഇറമ്പ് മുതൽ ബ്രഹ്മാവ് വരെയുള്ള എല്ലാവരെയും അങ്ങ് വേണ്ട രീതിയിൽ അനുഗ്രഹിച്ചതിന്റെ വംശങ്ങളെ കൊണ്ട് എല്ലാവരും അല്ലെ ആ ഒരു ശ്രേഷ്ഠത അങ്ങേക്ക് കിട്ടുന്നു. അതുകൊണ്ടാണ് അവിടെ ഹേ ശ്രേഷ്ഠനായിട്ടുള്ള ഭഗവാനെ എന്താണ് വിഷജലാപ്യയാൽ അങ്ങ് പല വിധത്തിലുള്ള അനുഗ്രഹങ്ങളെ ഞങ്ങൾക്കൊക്കെ ചെയ്തു തന്നു അവിടെ അല്ലെ. വിഷജലാപ്യയാൽ വ്യാളരാക്ഷസാൽ. ഇപ്പൊ പെരുമ്പാമ്പ് ആ വിഷജലം കൊണ്ട് ഉണ്ടായതായിട്ടുള്ള കാളന്തിയിലെ കാളിയന്റെ ആ വിഷാംശങ്ങളിൽ നിന്നും ഒക്കെ ഇന്ന് പ്രപഞ്ചത്തെ മുഴുവൻ രക്ഷിച്ചതായിട്ടുള്ള ഹേ കണ്ണ വ്യാലരാക്ഷസാൽ. വ്യാളരാക്ഷസാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പെരുമ്പാമ്പാകുന്ന അഘാസുരനെ ആ അഘാസുരനാകുന്ന രാക്ഷസനിൽ നിന്നും അങ്ങ് ഞങ്ങളെ രക്ഷിച്ചിരിക്കുന്നു. വരുഷമാരുതാൽ. ഗോവർദ്ധനെ യാഗം ചെയ്യുന്ന സമയത്ത് ഇന്ദ്രൻ ദേഷ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഭഗവാൻ എതിരായിക്കൊണ്ട് വിട്ടതായിട്ടുള്ള ആ പേമാരിയോട് കൂടിയതായിട്ടുള്ള ഇടിമിന്നല്, അതാണ് വരുഷമാരുതാൽ, കൊടുങ്കാറ്റ് അല്ലെ. ആ ഗംഭീരമായിട്ടുള്ള പേമാരിയും കൊടുങ്കാറ്റിൽ നിന്നും ഒക്കെ അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ചു. വൈദ്യുതാനലാത്. വൈദ്യുതാനലാത് എന്ന് പറഞ്ഞാൽ എന്താ? ഇടുത്തി വീഴുക എന്ന് പറയില്ല. അതായത് മിന്നലോടുകൂടി ഉണ്ടാകുന്നതായിട്ടുള്ള ഇടിമുഴക്കങ്ങളിൽ നിന്നും ആ പേമാരിയിൽ നിന്നും കൊടുങ്കാറ്റിൽ നിന്നും ഒക്കെ കണ്ണ വിശ്വതോഭയാൽ. ഇങ്ങനെ
സർവവിധത്തിലുള്ള ഭയത്തിൽ നിന്നും ഒക്കെ അടിയങ്ങളെ അവിടുന്ന് രക്ഷിതാമുഹു, പല വിധത്തിലുള്ള രീതിയിൽ മുഹു വീണ്ടും 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 അങ്ങ് ഞങ്ങളെ രക്ഷിച്ചപ്പെട്ടിട്ടുള്ള ശ്രേഷ്ഠനായിട്ടുള്ള ആളാണ് അങ്ങ്. എന്തിനാണ് ഇതിപ്പം ഗോപികമാരിങ്ങനെ ഓരോന്ന് എടുത്തെടുത്ത് അവിടെ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം അങ്ങ് ശ്രേഷ്ഠനാണ് എങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ മണൽ തരികളിൽ പോലും അങ്ങയുടെ ചൈതന്യം ഉറപ്പിച്ച് ഉണ്ട് എങ്കിൽ, അവരൊക്കെ സന്തോഷിക്കുന്നുണ്ട് എങ്കിൽ, എന്തേ കണ്ണ ഞങ്ങൾക്കും അതിന് അർഹതയില്ലേ എന്നുള്ളൊരു ചോദ്യമാണ്. ഇവിടെ കാളിന്തിയിലെ ആ വിഷാംശം വന്ന് ഗോപികമാരും എല്ലാവരും പക്ഷിജാലങ്ങൾ മുഴുവൻ ചത്തൊടുങ്ങുന്ന സമയത്തും അവരെയൊക്കെ ജീവിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഒക്കെ അവിടുന്ന് രക്ഷിച്ച് വന്നിട്ടുണ്ട് എങ്കിൽ, അതുപോലെ തന്നെ പെരുമ്പാമ്പിൽ നിന്റെ ആ അഘാസുരനിൽ നിന്നും രക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ, ഇവിടെ പല വിധത്തിലുള്ള ദുർഘടങ്ങളായിട്ടുള്ള വർഷമാരുതാൽ അല്ലെ, അതായത് പേമാരിയും കൊടുങ്കാറ്റും ഇടിമിന്നലും ഒക്കെ വരുന്ന സമയത്തും ഒക്കെ അതിൽ നിന്നൊക്കെ പ്രപഞ്ചത്തെ ഇന്ന് രക്ഷിച്ചിട്ടുള്ളതുണ്ട് എങ്കിൽ അതാരാണ്? അത് കണ്ണൻ മാത്രമാണ്. അപ്പൊ ഇവിടെ ഈ മണൽത്തരികൾക്ക് പോലും അങ്ങ് അനുഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, എന്തേ കണ്ണ ഞങ്ങൾക്ക് ഈ ഒരു അനുഭവം ഞങ്ങൾക്ക് കിട്ടാൻ ഞങ്ങൾ അർഹരല്ലേ? അവിടത്തേക്ക് ഒന്ന് ഞങ്ങളുടെ ഈ ഒരു മനസ്സിലേക്ക് ഒന്ന് ദൃഷ്ടി പതിപ്പിക്കുവാൻ വേണ്ടി സാധിക്കുന്നില്ലേ അവിടെ? അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ അവിടെ ആദി ദൈവികമായിട്ടാണ് ഇതെല്ലാം അവിടെ പറയുന്നത് അല്ലെ. കാളിയന്റെ വിഷം കലർന്നതായിട്ടുള്ള കാളിന്തി ജലത്തിൽ നിന്നും അതുപോലെ തന്നെ പെരുമ്പാമ്പായിട്ട് വന്ന അഘാസുരനിൽ നിന്നും ഇന്ദ്രയാഗം മുടക്കിയ സമയത്ത് ഉണ്ടായതായിട്ടുള്ള പേമാരിയിൽ നിന്നും ഒക്കെ ആ ഇടിമിന്നലിൽ നിന്നും ഒക്കെ അവിടുന്ന് രക്ഷിച്ചു. അതുപോലെ തന്നെ അഘാസുരൻ, അരിഷ്ടാസുരൻ അല്ലെ, അവിടെ പറയുന്നില്ലേ വൃഷമയാത്മജാ വിശ്വതോ ഭയാൽ. വൃഷമയം എന്നുള്ളതല്ല കേട്ടോ, മയൻ എന്നുള്ള പേരാണത്. മയാത്മജൻ അതാണ്. നമ്മള് വായിക്കുമ്പോ അങ്ങനെ വായിച്ചു, വൃഷമയാത്മജ എന്ന് വായിച്ചു പോകും. പക്ഷെ ശരിക്കും വൃഷം എന്ന് പറഞ്ഞാൽ അത് അരിഷ്ടാസുരന്റെ ദ്രോഹത്തിൽ നിന്നും, പിന്നെ മയാസുരന്റെ മകൻ ആരാണ്? വ്യോമാസുരൻ. അപ്പം വൃഷമയ ആത്മജ വിശ്വതോഭയ, ഇങ്ങനെയുള്ള വിശ്വമായിട്ടുള്ള സർവവിധ ഭയങ്ങളിൽ നിന്നുമൊക്കെ അവിടുന്ന് ആ ആപത്തുക്കളുടെ പരമ്പരകളിൽ നിന്നും ഞങ്ങളെയൊക്കെ കണ്ണ അവിടുന്ന് രക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾക്കും ആ ഒരു രക്ഷ ഞങ്ങള് അവിടുന്ന് അർഹിക്കുന്നില്ലേ? ഇത്രയൊക്കെ അങ്ങേക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഈ അബലകളായിട്ടുള്ള ഞങ്ങളുടെ ഈ മനസ്സിനെ എന്തിനു അങ്ങ് ഈ വേദനിപ്പിക്കുന്നു ഇങ്ങനെ? അതുകൊണ്ട് കണ്ണ അവിടുന്ന് ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്ന്. കാരണം ഇവര് എല്ലാം കണ്ടു, എല്ലാവരെയും കണ്ടു, മരങ്ങളെ കണ്ടു, ചെടികളെ കണ്ടു, പൂക്കളെ കണ്ടു, പുല്ലുകളെ കണ്ടു, പുഴുക്കളെ കണ്ടു. ഇവരൊക്കെ സ്വതന്ത്രമായിട്ട് സ്വാതന്ത്ര്യത്തോടു കൂടി ആ കാട്ടിൽ കടന്ന് വിഹരിക്കുന്ന കാണുമ്പോൾ അതെല്ലാം അടുത്തു. ഇവരുടെ ഒക്കെ ഉള്ളിലുള്ള കണ്ണനോട് പലതും കാണിച്ചും പറഞ്ഞും ഒക്കെ ഇരുന്ന് ഇനിയിപ്പോ ആ യമുനയുടെ ആ അമ്മയുടെ മടിത്തട്ടിൽ കടന്നുകൊണ്ട് അവർ സ്വയം വിലപിക്കുകയാണ് അവിടെ. കണ്ണാ ഞങ്ങൾക്ക് ഇതിനൊരു അർഹതയും ഇല്ലേ? ഇവരെയൊക്കെ അങ്ങേക്ക് സന്തോഷിപ്പിക്കാമെങ്കിൽ, ഇവരെയൊക്കെ അങ്ങേക്ക് രക്ഷിക്കാമെങ്കിൽ എന്തേ ഞങ്ങളെ രക്ഷിച്ചുകൂടാ? അപ്പൊ ആദി ദൈവികമായിട്ടുള്ള ഒരു, ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ആദിഭൗതികവും ആദിദൈവികവും ആധ്യാത്മികവുമായിട്ടുള്ള സുഖങ്ങളും ദുഃഖങ്ങളും ഒരേപോലെ അല്ലെ. ഈ ആദി ആയിട്ടുള്ള ദൈവിക ആധ്യാത്മിക ഭൗതികമായിട്ടുള്ള ആദികളൊക്കെ അതൊക്കെ ഇല്ലാണ്ടാവുമ്പോ എന്തായി? ദൈവിക സുഖം ആത്മീയ സുഖം, അതുപോലെ ഭൗതിക സുഖം. ഇതെല്ലാം ഈ മൂന്ന് രീതിയിലുള്ള സുഖങ്ങളൊക്കെ അവർ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അതേ ആ ഒരു അനുഭവമാണ് യഥാർത്ഥത്തിൽ ഇപ്പോ പല വിധത്തിലുള്ള രീതിയിൽ ഭഗവാൻ ഇവിടെ ലീലകൾ ആടിക്കൊണ്ട് ആ ഗോകുലത്തിനെ രക്ഷിച്ചിട്ടുള്ളത് എങ്കിൽ അരുഷ്ടാസുരന്റെയും വ്യോമാസുരന്റെയും ഒക്കെ ഇനിയുള്ള വരുന്ന ഇതില് അധ്യായങ്ങളിലേക്ക് വരുന്നതാണ്. എങ്കിൽ പോലും അതും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഗോപികമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതെല്ലാം ഈ പല വിധത്തിലുള്ള ദുഃഖങ്ങളെ മുഴുവൻ അല്ലെ സകല ചരാചരങ്ങൾക്കും അത് നീ അവർക്കൊക്കെ അനുവദിക്കുന്നുണ്ടെങ്കിൽ കണ്ണ ഞങ്ങളുടെ മനസ്സിനെയും കൂടെ ഈ ഒരു അനുഭവത്തിലേക്ക്, ഈ ഒരു കണ്ണന്റെ അനുഭൂതിയിലേക്ക് ഞങ്ങളെ എത്തിപ്പിക്കണേ എന്ന് അവരിതാ പ്രാർത്ഥിക്കുന്നു. അപ്പൊ അവിടെ ആ ഗോകുലത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആ ഭഗവാന്റെ ഒരു സാന്നിധ്യം അവിടെ അനിവാര്യമാണ് എന്ന് ഓർക്കുകയല്ലാതെ അവിടെ ലവലേശം പോലും ഒരു
അല്ലെ കാമത്തിന്റെ കണിക പോലും യഥാർത്ഥത്തിൽ ആ ഗോപികമാരുടെ ഉള്ളിൽ ദൃശ്യമല്ല എന്നുള്ളതാണ്. കാരണം എന്താണ്? ഈ ഗോകുലം ഞങ്ങൾക്ക് എന്താണ്? ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഞങ്ങൾക്ക് ഈ ഗോകുലം സുഖമായിട്ട് ഞങ്ങൾക്ക് ആസ്വദിക്കാൻ ഞങ്ങൾക്ക് സാധിക്കണം. ഞങ്ങളുടെ ഗോകുലത്തിന് ഇന്ന് ഐശ്വര്യമുണ്ടായത് അങ്ങ് ഇവിടെ വന്ന് ജനിച്ചുകൊണ്ടാണ്. അങ്ങ് ഈ ഇതിൽ നിന്നും വിട്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഗോകുലം എന്നും അല്ലെ അവിടെ എന്താണ് ഇനിയും ഇതുപോലെയുള്ള പല വിധത്തിലുള്ള രാക്ഷസന്മാർ വന്നു കഴിഞ്ഞാൽ അവിടെ രക്ഷിക്കാൻ ആളില്ലാത്തൊരു അവസ്ഥയാവും. അത് വരരുതേ കണ്ണാ, അത് വരരുതേ എന്നുള്ള ആ ഒരു അനിവാര്യതയെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഗോപികമാരുടെ ഈ ഒരു കരച്ചില്. അവർക്ക് കാമത്തിന്റെ ഒരു ലെവലേശം പോലും ഒരു ഭാഗം അവിടെ ഉള്ളിലേക്ക് എത്തിയിട്ടില്ല അവിടെ. കാരണം എന്താണ്? ഇപ്പോഴത്തെ കരച്ചിൽ എന്താണ് ശരിക്ക്? ഇപ്പൊ ശരിക്ക് പറഞ്ഞാല് അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുത്തു ഭഗവാൻ, അല്ലേ? ആ ഒരു രാത്രിയിൽ തന്നെ അവരുടെ ആഗ്രഹങ്ങളെ സാധിച്ചു കൊടുത്തു. ഈ ആഗ്രഹങ്ങൾ അവർക്ക് കിട്ടിയപ്പോൾ അവരുടെ ഉള്ളിൽ സൗഭഗമതം എന്നുള്ള അവസ്ഥയിലേക്ക് മാറിയത് കൊണ്ടാണ് ആ സൗഭഗമതത്തെ ഇല്ലാണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഭഗവാൻ ഇവിടെ അന്തർധാനം ചെയ്തത്. അപ്പൊ അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം അവര് കാമപൂരണത്തോടു കൂടിയിട്ടല്ല യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ പ്രാർത്ഥന. ഈ കരച്ചിൽ അതിനു വേണ്ടല്ല. ഈ കരച്ചിൽ പിന്നെ എന്തിനു വേണ്ടാണ്? ഞങ്ങളുടെ ഉള്ളിൽ നിന്നും ഞങ്ങൾക്ക് എന്താണ് അത് അനുഭവിക്കാൻ സാധിക്കാത്തത് എങ്കിൽ ഞങ്ങളുടെ ദോഷം എന്താണ്, ഞങ്ങൾ നീ എന്ത് ചെയ്താലാണ് കണ്ണനെ അവിടുന്ന് സ്വീകരിക്കാൻ സാധിക്കുന്നത്, അനുഭവിക്കാൻ സാധിക്കുന്നത്, അത് ഞങ്ങൾക്ക് കാണിച്ചു തരണേ കണ്ണ, അത് ഞങ്ങൾക്ക് കാണിച്ചു തരണേ എന്ന് അവിടെ പറയുന്നു. കുന്തിസ്തുതിയിൽ പറയുന്നുണ്ടല്ലോ, എന്താണ്? വിഷാൻമഹാഗ്നേ പുരുഷാദ ദർശനാൽ അസൽ സഭായ വനവാസ കൃച്ഛ്രത. കുന്തിദേവി പറയുന്നുണ്ട്, പല വിധത്തിലുള്ള മാർഗങ്ങളിലും അങ്ങ് ഞങ്ങളെ രക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ ഇനിയും എൻ്റെ ഉണ്ണികൾക്ക് യുദ്ധക്കളത്തില് എതിരെ നിൽക്കുന്ന ശത്രുക്കളെ ജയിക്കുവാൻ അവിടുത്തെ ഒരു ആ അനുഗ്രഹം ഇല്ലാണ്ട് സാധിക്കില്ല എന്നുള്ള ഉറപ്പാണ് അവിടുന്ന്. അതുകൊണ്ട് ദുഃഖങ്ങൾ എപ്പോഴും ഉണ്ടെങ്കിൽ അത് അവിടുത്തെ എനിക്ക് ആരാധിക്കാൻ സാധിക്കുകയാണെങ്കിൽ എനിക്ക് ധാരാളം ദുഃഖങ്ങൾ എനിക്ക് തന്നോളൂ എന്ന് പറഞ്ഞതുപോലെ അതിന് സമാനമായിട്ടുള്ള ഒരു പ്രാർത്ഥന തന്നെയാണ് ഇവിടെയും അവരും പറഞ്ഞത്. വിഷജലാപ്യയാൾ വ്യാലരാക്ഷസാദ് വൈദ്യുതാനലാൽ പരുഷമാരുതാൽ വൈദ്യുതാനലാൽ വൃഷമയാത്മജാ വിശ്വതോഭയാത് വൃഷഭദേ വയം രക്ഷിതാമുഹു. ഇങ്ങനെ അവിടെ എന്താണ്? അവിടെ ഇന്ദ്രപ്രസ്ഥത്തിലെ പാണ്ഡവന്മാർക്ക് വേണ്ടിയിട്ടാണ് അവിടെ കുന്തിദേവി പ്രാർത്ഥിച്ചതെങ്കിൽ ഇവിടെ എന്താണ്? ഇവിടെ ഗോകുലത്തിന് വേണ്ടിയിട്ട് ഗോപികമാര് ആ കണ്ണനോട് പ്രാർത്ഥിക്കുന്ന രംഗങ്ങളൊക്കെ നമുക്ക് ആസ്വദിക്കാം. ഇതാണ് യഥാർത്ഥത്തില് ഗോപികമാര് അവിടെ കരയുന്നതിന്റെ ഉദ്ദേശം. അതാണ് എല്ലാവരും കൂടെ പൊട്ടി കരയുന്നത് മുഴുവൻ ആ ഗോകുലത്തിൽ ഇന്ന് വരെ നമ്മൾ കണ്ടതായിട്ടുള്ള ആ ഒരു അനുഭവം ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല, ഇല്ലേ? ഇവിടെ മരങ്ങളായിട്ടുള്ള ഓരോ മരങ്ങളും പുല്ലുകളും ചില്ലീലതകളും പോലും അവര് പോലും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ ആ ആസ്വാദനത്തിന്റെ ഒരു അംശം ഞങ്ങൾക്ക് കിട്ടാത്തതിന്റെ കാരണങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് അല്ലെ സുഖമായിട്ട് ഞങ്ങളുടെ ഗോകുലത്തെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കാതെ വരരുതേ കണ്ണാ എന്നുള്ള ആർദ്രതയോടുകൂടിയാണ് അവർ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാണ്. അവിടെ ഒരിക്കലും സ്വാർത്ഥത അവിടെ ഉണ്ടാവുന്നില്ല. നമുക്കൊക്കെ തോന്നലുണ്ടാവാം, ഗോപികമാര് സ്വയം തന്റെ ശരീര സുഖത്തിന് വേണ്ടിയിട്ട് കണ്ണന്റെ അടുത്ത് കിടന്ന് കരയല്ലേ? അല്ലല്ല, അവിടെ അതല്ല അവിടെ കരയുന്നത്. അവിടെ എന്താണ്? അവിടെ എല്ലാവരുടെയും മാനസിക നില ഒരേപോലെയാണ്. അവിടെ ഇത്ര ഭക്തകളായിട്ടുള്ള ആ ഗോപികള് തന്റെ ഗോകുലത്തെ ഞങ്ങൾക്ക് ഇനി സുഖമായിട്ട് ഞങ്ങൾക്ക് കാണാൻ സാധിക്കണമെങ്കിൽ ഞങ്ങളുടെ മനസ്സ് ശുദ്ധമാവണം. ഞങ്ങളുടെ മനസ്സ് ശുദ്ധമല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് അത് അനുഭവിക്കാൻ സാധിക്കാത്തത്. അതുകൊണ്ട് ഹേ കണ്ണ, അവിടുന്ന് വിട്ടു പോവരുതേ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്ന രംഗങ്ങളൊക്കെ നമുക്ക് അടുത്ത ശ്ലോകം അടുത്ത ദിവസം നമുക്ക് ആസ്വദിക്കാം. ഇപ്പോ ആ പാരായണത്തിലേക്ക് പ്രവേശിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം.